എടാ ബ്രോ, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ ഈ IDCWയും ഗ്രോത്ത് ഓപ്ഷനും കണ്ട് ആകെ ചിന്താക്കുഴപ്പത്തിലാണിപ്പോൾ. നീ ICICI പ്രൂഡൻഷ്യൽ AMCയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലേ? ഇതാ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇനി എന്റെ ചിന്താക്കുഴപ്പമൊന്ന് മാറ്റിത്താടോ. നോക്ക്, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ഓപ്ഷൻ. ലഭ്യമായ 2 ഓപ്ഷനുകൾ ഗ്രോത്തും പിന്നെ IDCW അഥവാ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ. പക്ഷെ എന്താണിത്? മനസ്സിലാക്കി തരാം. IDCWയിൽ മുമ്പ് ഡിവിഡൻഡ് ഓപ്ഷൻ എന്നറിയപ്പെട്ടിരുന്നു. മ്യൂച്വൽ ഫണ്ട് സ്കീം വഴി ലഭിക്കുന്ന വരുമാനം നിക്ഷേപകർക്ക് ഇടയ്ക്കിടെ വിതരണം ചെയ്യുന്നു. ഗ്രോത്ത് ഓപ്ഷനിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലൂടെ നേടിയ സമ്പത്ത് സ്കീമിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. അത് കാണപ്പെടും നെറ്റ് അസറ്റ് വാല്യൂവിൽ. അങ്ങനെ നിക്ഷേപകന് ഒരു അവസരം നൽകുന്നു സ്കീമിൽ കൂടുതൽ നിക്ഷേപിക്കാൻ. ഇതിനാൽ NAVയിൽ ഒരു വ്യത്യാസം കാണാം 2 ഓപ്ഷനുകളുടെയും. ഗ്രോത്ത് ഓപ്ഷന്റെ കാര്യത്തിൽ അത് ഉയർന്നതായിരിക്കും, അത് താഴ്ന്നതായിരിക്കും IDCWവിന്റെ കാര്യത്തിൽ ഓരോ പേ ഔട്ടിന് ശേഷവും. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. സങ്കൽപ്പിക്കുക, നിങ്ങൾ നിക്ഷേപിക്കുന്നു 5000 രൂപ 50 രൂപയുടെ NAVയിൽ. നിങ്ങൾക്ക് 100 യൂണിറ്റുകൾ അനുവദിക്കും. ഒരു വർഷത്തിന് ശേഷം NAV 60 രൂപയാകുമ്പോൾ 10 രൂപയുടെ IDCW പ്രഖ്യാപിക്കപ്പെടും. അതിനാൽ 1000 രൂപയുടെ ഒരു പേ ഔട്ട് NAV കുറയാൻ ഇടയാക്കും. കൂടാതെ കൈവശമുള്ള യൂണിറ്റുകളുടെ എണ്ണവും കുറയും. ഇപ്പോൾ IDCWന് ശേഷമുള്ള NAV ആയിരിക്കും 60-10, അതായത് 50 രൂപ. കൂടാതെ കൈവശമുള്ള യൂണിറ്റുകളുടെ എണ്ണം 100-20 ആയിരിക്കും, അതായത് 80. ഇതിനർത്ഥം നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം കുറയും ഓരോ IDCW പേ ഔട്ടിലും. അതേസമയം ഗ്രോത്ത് ഓപ്ഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം വർദ്ധിക്കും സ്കീമിന്റെ NAV അനുസരിച്ച്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 പ്ലാനുകളും ഓരോന്നിന്റെയും നിലയ്ക്ക് ശരിയാണ്. പേ ഔട്ടുകളുടെ രൂപത്തിലുള്ള IDCW നിക്ഷേപകർക്ക് കൂടുതൽ യോജിച്ചതാണ് പതിവായുള്ള പേ ഔട്ടുകൾ ആവശ്യമുള്ളവർക്ക് അവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന്. പക്ഷേ നിങ്ങൾ ഒരു യുവ നിക്ഷേപകനാണെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് യോജിച്ച ഓപ്ഷൻ ഗ്രോത്ത് ഓപ്ഷൻ ആയിരിക്കും. എന്നെ പോലെയുള്ളവൻ തികച്ചും ശരിയാണ്. പിന്നെ താങ്കൾ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങളുടെ ചാനലിൽ ഇത്തരം കൂടുതൽ കണ്ടന്റുകൾക്കായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.